So, ladies and gentlemen, Anomi has hit the theaters. ഒടുക്കത്തെ പടം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പടം ഗൈസ്. പടത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു. വാട്ട് ഈസ് അനോമി? എന്തൊക്കെ ഈ വാക്ക്? ഇതുവരെ കേൾക്കാത്തൊരു വാക്ക്. എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എവിടെയും എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനത്തെ ഒരു വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി വാട്ട് ഈസ് അനോമി. യെസ്, ഗൂഗിൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻ്റ് ഓഫ് നോർമൽ, ലൈക്ക് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് നോർമലെസ്നെസ്. വല്ലതും മനസ്സിലായോ? ഭ്രാന്തി അതന്നെ. ഒരു എന്താ പറയുക, നോർമലായിട്ട് ചിന്തിക്കാത്ത ഒരു കക്ഷി, അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കാത്ത ഒരു അവസ്ഥ, അനോമി. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റികൾ റൂൾസൊക്കെ മറന്ന് ജീവിക്കുക, തോന്നിയ പോലെ ജീവിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞ ഭ്രാന്ത് അതെന്നൊക്കെ തന്നെ. സ്പീക്കിംഗ് അബൌട്ട് ദ മൂവീസ്, എല്ലാവരും പറഞ്ഞ പോലെ ഭാവനയുടെ കംബാക്ക്. ബട്ട് എന്തുകൊണ്ട് ഈ പടം ഞാൻ അറിഞ്ഞത് 2023 എല്ലാം പരിപാടികളെല്ലാം കഴിച്ച് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പടം എന്തുകൊണ്ട് 3 വർഷം വെയിറ്റ് ചെയ്യിപ്പിച്ചു? വൈ? വാട്ട് വാസ് ദ റീസൺ? ഒന്നും തപ്പിയിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാട്ട് ഐ ന്യൂ ഇസ് 2023 പരിപാടിയെല്ലാം കഴിച്ച് റെഡിയായി നിന്നിരുന്ന പടം എന്തുകൊണ്ട് ഇത്രയും ഡിലേഡ് ആയെന്നുള്ളതാണ്. ഭാവനയുടെ കംബാക്കിനേക്കാളും കൂടുതലും എന്നെ പുൾ ചെയ്തത് റഹ്മാൻ്റെ റോളായിരുന്നു. യെസ്, ദറ്റ് ഗായ് ഇൻ ദ പോലീസ് യൂണിഫോം. ഓ മൈ ഗോഡ്, ഐ ലവ് വാച്ചിങ് ദോസ് മൂവീസ് ഗൈസ്. പിന്നെ റഹ്മാൻ ഹാസൻറ്റ് ഈസ് ഏജിങ് ലൈക്ക് വൈൻ, ലൈക്ക് മമ്മൂട്ടിയും പോലെ തന്നെ കക്ഷി. ഐ ഡോണ്ട് നോ ഹൗ ഹി കീപ്സ് ഇറ്റ് അപ്പ്. ഇവന്മാർ ഈ സീക്രട്ട് പുറത്തേക്ക് വിടുന്നില്ല. സ്പീക്കിംഗ് ഓഫ് വിച്ച് അബൌട്ട് ദ സിനിമ അനോമി, എൻ്റെ അഭിപ്രായം ലൈക്ക് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നൗ ഒരു യൂസർ റിവ്യൂ ഞാൻ പറയാം. അവന് 10ൽ 7 സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. അവൻ എഴുതിയിരിക്കുന്നത് അനോബി ആൻ ഇംപ്രസീവ് മെഡിക്കൽ ക്രൈം മിസ്റ്ററി ത്രില്ലർ, an intriguing mystery crime industry investing with a strong storyline and electrifying scores. The plot of the story is about a sister who sets out on a mission to find the mystery behind the death of his beloved brother. Oh my, what a story. Parallelly with the investigation team and the strange events that unfold form the story. യെസ്, ഭാവന ഇതിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയായിട്ടാണ് അഭിനയിക്കുന്നത്. റഹ്മാൻ ആസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന മൂവീസ് ആസ് എ പോലീസ് ഓഫീസർ. സോ യുനോ, ഇത് പറഞ്ഞ പോലെ ഭാവനയുടെ അനിയനെ ചെറുക്കനെ കാണാനില്ല. വാട്ട് ഹാപ്പൻ ടു ഹിം? സോ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലീസ് ഓഫീസറും കൂടി കക്ഷിയും കൂടി ഇറങ്ങുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, പടം പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഭാവന പ്രൊഡക്ഷൻസ് ആണ്. ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ഹെർ ഫസ്റ്റ് വെഞ്ചർ. ഇതുപോലത്തെ ഒരു ഭാവന പ്രൊഡക്ഷൻസിൻ്റെ കീഴിൽ വേറൊരു പടം ഇറങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. സോ സ്ട്രേഞ്ച്. പിന്നെ കോ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ലേറ്റ് CJ റോയും കൂടി ഉണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ എക്സ് ചെയർമാൻ പോർച്ചാപ്പ്. ഈ ഗഡി 10ൽ 7 സ്റ്റാർ കൊടുത്തിട്ടുള്ളൂ. ബട്ട് എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റി പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാക്കി 3 സ്റ്റാർ കൊടുക്കാതിരുന്നതെന്നുള്ള കാരണം പറഞ്ഞിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി വിത്ത് ദി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ആ ഒരു BGM ഒക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഈ ഓപ്പൺഹൈമർ, പിന്നെ ഇൻ്റർസ്റ്റെല്ലർ, നമ്മുടെ തമിഴ് വിക്രം, ഇതൊക്കെ പച്ചയ്ക്ക് കോപ്പി അടിച്ച പോലെയാണ് തോന്നുന്നത്. ബട്ട് സൗണ്ട്, ദാറ്റ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ഇവന്മാർ പുതിയ എന്തോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സൗണ്ട് ഹാപ്റ്റിക്സ് എന്തോ ഒരു പേരുണ്ട് അതിന്. ഹോളിവുഡിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് അത് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ പരമാവധി നല്ല സ്പീക്കേഴ്സുള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ അങ്ങനത്തെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും. കാരണം സൗണ്ടാണ് പറഞ്ഞത്, അത് പറയുന്നതിനേക്കാളും കൂടുതലും അനുഭവിക്കുന്നതാണ്. മനസ്സിൽ വെച്ചോളൂ. ഇനി അടുത്ത ഒരു റിവ്യൂ കൂടി എഴുതിയിരിക്കുന്നത് അനോമി ഭാവന മേക്സ് എ സ്ട്രോങ് കംബാക്ക് ഇൻ ദിസ് അൺഈവൻ. സ്ട്രോങ് കംബാക്ക് തന്നെയായിരുന്നു, ബട്ട് അൺഈവൻ എന്ന് പറയേണ്ട ആവശ്യം. ദിലീപ് ബാബ ഓൾസോ കംബാക്ക്. പക്ഷേ അതിനേക്കാളും വലിയ കംബാക്കാണ് ഭാവനയുടെ ഈ ഒരു സിനിമ. ആക്ട്രസ് ഭാവന വൈഡ്ലി ലവ് ഫോർ എ പെർഫോമൻസ് ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് ഹ്യൂമറസ് റോൾ ഇൻ സിനിമ റിട്ടേൺ ടു ശ്രീ വിത്ത് സ്ട്രൈക്കിംഗ് ചേഞ്ച് ഓഫ് സ്പേസ് ഇൻ ദി സൈക്കോളജിക്കൽ ത്രില്ലർ അനോമി. വെരി ട്രൂ. ഡയറക്ടർ ബൈ ദ ഡെപ്യൂട്ടൻ റിയാസ്. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഈ കക്ഷി തന്നെയാണ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ബട്ട് ഹൗ കം പുള്ളി സനട്ട ലൈക്ക് പൃഥ്വിരാജിൻ്റെ മെമ്മറീസിന് ശേഷം ഇഷ്ടപ്പെടുന്ന ഒരു അതേ ലൈനിൽ, അല്ലെങ്കിൽ അതിനേക്കാളും മേലെ നിൽക്കുന്ന ഒരു ലൈനിലാണ് ഈ ഒരു സിനിമ അനോമി ഗൈസ്. ടോട്ടലി ലൈക്ക് ഈ അടുത്തിടെ ജിതു ജോസഫ് ഇറങ്ങിയ വലത്ത് വശത്തെ കള്ളൻ, അതൊന്നും ഇതിനു മുന്നിൽ നിൽക്കത്തില്ല. ഇത് വേറെ ലെവല്.
അതുക്കും മേലെ അടുത്ത ആൾ മസ്റ്റ് വാച്ച് അനോമി ഫസ്റ്റ് ടൈം ഐ മിസ്റ്റ് പ്രഡിക്ഷൻ ഇൻ സസ്പെൻസ്. യെസ് ഒബ്വിയസ്ലി നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കഥയൊന്നും ആയിരിക്കില്ല ഇതിൽ ഇവന്മാർ പറഞ്ഞു തരുന്നത്. ടോട്ടലി മൈൻഡ് ബ്ലോയിങ് സിനിമ, ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. ഇതിനൊപ്പം തന്നെയാണ് ജയറാമിൻ്റെ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ജനർ. ബട്ട് ദിസ് വൺ ഐ റെക്കമെൻഡ് യു ഗൈസ് വാച്ചിങ് ഇറ്റ്. എനിക്ക് ആ കൂടി നെഗറ്റിവിറ്റി പറയാൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ തോന്നിച്ച ഒരു വിഭാഗമാണ് മ്യൂസിക്. BGM അത് എവിടെയായിരുന്നു? വൈ ഡിഡ് യു ഗൈസ് കോപ്പി ഇറ്റ്? എന്തിനാണത് അങ്ങനെ ചെയ്തത്? ഐ മീൻ ലോട്ട് ഓഫ് ന്യൂ ക്രിയേറ്റേഴ്സ് ഗൈസ്. എന്തോ യെസ് വൺ മോർ തിങ്, ഞാൻ വിട്ടുപോയൊരു കാര്യം. ഇതിനെ ടൈം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. ബട്ട് അത്രയ്ക്ക് നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. ബട്ട് ചില കാര്യങ്ങൾ ഇവർക്ക് ഇങ്ങനെ എന്താ പറയുക, കംപ്രസ് ചെയ്തിട്ട് ഇതിന് ടൈം കുറയ്ക്കാമായിരുന്നു. ടൈം കുറച്ചിട്ട് കാര്യമില്ല, ബട്ട് കംപ്രസ് ചെയ്യിപ്പിച്ചിട്ട് നല്ലൊരു പടമാക്കി മാറ്റാമായിരുന്നു. നല്ല പടം തന്നെയാണ്. സോ ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണമെങ്കിൽ ബുക്ക് ടിക്കറ്റ്, ഗെറ്റ് ഇറ്റ് അറ്റ് തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദ ഫിലിം. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ 100% യോജിക്കും. ദിസ് തിങ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ വാച്ചിങ് OTT. ടി വിയിൽ നിന്ന് കാണേണ്ട പടമൊന്നുമില്ല. ബിക്കോസ് ഓഫ് ഇറ്റ് സൗണ്ട്സ്, ആ ഒരു ഡോൾബി അറ്റ്മോസ് 7.1 കാണുന്ന സുഖം ഉണ്ടല്ലോ, യു ഫീൽ ഇറ്റ്. സോ ദിസ് ഈസ് എൻ്റർടൈൻമെൻറ്റ് സൈഫൈ ത്രില്ലർ ഗൈസ്, ടോട്ടലി റെക്കമെൻഡഡ്. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ 2026 ഹാസ് സ്റ്റാർട്ടഡ് വിത്ത് എ ബാങ്ക്. ദിസ് ഈസ് വൺ ഓഫ് ദം. എന്ത് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂവിൽ കാണാം.